നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ഇഡി റെയ്ഡിൽ പ്രതിഷേധം. അഞ്ചലിൽ പ്രകടനം നടത്തി സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കൊല്ലം ചിതറ ചല്ലിമുക്കിലായിരുന്നു അപകടം. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ പോസ്റ്റിലും ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷൻ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. വന്യജീവി ആക്രമണം തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിനാണ് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപനം നടത്തി. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ എന്നിവയും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെ തുറമുഖ ഹബ്ബായി മാറ്റും. കൃഷി ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കാൻ നടപടിയുണ്ടാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കും. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. സുഗന്ധദ്രവ്യ കയറ്റുമതി മെച്ചപ്പെടുത്തും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന നിലയ്ക്കാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. യുവജനങ്ങൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. സംസ്ഥാനത്ത് വയോജന വകുപ്പ് നടപ്പാക്കും. മണ്ണ് സംരക്ഷണത്തിന് പ്രത്യേക നയം. സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക പദ്ധതി. കേരളത്തെ സിനിമ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം ആരംഭിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം. ലഹരി നെറ്റ്വർക്കുകളെ തകർക്കും. സ്കൂൾ കോളേജ് കാമ്പസുകൾ ലഹരിമുക്തമാക്കും. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നിങ്ങനെയും പ്രഖ്യാപനങ്ങളുണ്ട്. Their rightful entitlement. Administrative systems must function with efficiency, responsiveness and compassion. Corruption, wasteful expenditure and administrative delay weaken public trust and slow down development. Therefore, my government shall pursue a policy of clean governance, fiscal responsibility and administrative efficiency. Technology shall be used extensively to improve transparency and reduce delays in service delivery. My government believes that public institutions become strong only when they enjoy the trust of the people. യുവപ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഉറപ്പാക്കും. സംസ്ഥാനത്തുടനീളം സ്ഥിരം തിയേറ്ററുകൾ നിർമ്മിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഡിജിറ്റൽ ആർട്ട് മ്യൂസിയങ്ങൾ സ്ഥാപിക്കും. മൊബൈൽ മാവേലി സ്റ്റോറുകൾ വിപുലീകരിക്കും. കേരളത്തിൽ ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്റർ ആരംഭിക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന അക്കാദമിക് ടൂറിസം പദ്ധതി ആരംഭിക്കും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്തെ ലോക നിലവാരമുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ അത്യാധുനിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പൊതുഭൂമി സംരക്ഷിക്കാനും വ്യവസായ വളർച്ച ഉറപ്പാക്കാനും പുതിയ ലാൻഡ് കമ്മീഷൻ. കർഷകർക്ക് വ്യവസ്ഥകളില്ലാതെ പട്ടയം ഉറപ്പാക്കും. ബൈപ്പാസുകളെ 4 വരിപ്പാതകളാക്കി മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BM and BC നിലവാരത്തിലേക്ക് ഉയർത്തും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. പ്രോജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. അതിഥി തൊഴിലാളികൾക്ക് രജിസ്ട്രേഷന്
പ്രത്യേകം പോർട്ടൽ രൂപീകരിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കൊല്ലം ചിതറ ചല്ലിമുക്കിലായിരുന്നു അപകടം. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ പോസ്റ്റിലും റോഡരികിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു. ചിതറ ചല്ലിമുക്കിലാണ് മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തകർത്തു. റോഡരികിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിലും കാറിടിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീണ ജോർജും കുടുംബവും മറ്റൊരു വാഹനത്തിൽ യാത്ര തുടർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിൽ പ്രതിഷേധം. കോൺഗ്രസ് തേവലക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. CPIM DYFI പ്രവർത്തകരാണ് ബോർഡ് നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോയിവിള ഭരണിക്കാവിൽ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് തേവലക്കര സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബോർഡ് നശിപ്പിച്ചത് CPIM DYFI പ്രവർത്തകരാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഭരണിക്കാവിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നമുക്ക് ദേവലക്കരയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്താനുള്ള കാരണം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സന്നദ്ധ ഭടന്മാർ ഉയർത്തിയ മുദ്രാവാക്യം തന്നെയാണ്. കേരളത്തിലെ അല്ലെ ഇന്ത്യ മഹാരാജ്യത്ത് ED എന്നാൽ എന്ത്, VD എന്നാൽ എന്തെന്നുള്ള തിരിച്ചറിവും ബോധ്യവുമില്ലാത്ത കുറെ തെമ്മാടി കൂട്ടങ്ങൾ കേരളത്തിൽ ഇന്നലെ ആകമാനം പ്രതിഷേധങ്ങൾ നടത്തി. ED എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും VD എന്നാൽ വടശ്ശേരി ദാമോദര മേനോൻ എന്നുമാണ്. ആ വടശ്ശേരി ദാമോദര മേനോന്റെ പ്രിയപുത്രൻ വി.ഡി. സതീശൻ കേരളത്തിലെ ജനകീയ കോടതി, കേരളത്തിലെ ജനമനസാക്ഷികൾ ആകമാനം നെഞ്ചേറ്റിയ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഈ ചവറ നിയോജക മണ്ഡലത്തിൽ നിന്നും 4 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട വനവകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷിബു ബേബി ജോണിന്റെയും ബോർഡുകൾ തല്ലിക്കീറിയാൽ, ബോർഡുകൾ പിച്ചു ചീന്തിയാൽ, രാത്രിയുടെ മറവിൽ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാഴ്ചവെച്ചാൽ EDയുടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം തീരുമോ? നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ മുദ്രാവാക്യം ഉയർത്തിയതുപോലെ തന്നെ കോഴപ്പണങ്ങളും മാസപ്പടി വിഹിതങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഭരണത്തിന്റെ മറവിൽ കേരളത്തിൽ നാട്ടിക്കൂട്ടിയ കൊടിയ അഴിമതികൾക്കാണ് ഈ 2000 നമുക്ക് ഡിസംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത വിധിയെഴുതിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രസാദ് കോയിവിള അധ്യക്ഷത വഹിച്ചു. പാലക്കൽ ഗോപൻ, ജോസ് വിമൽരാജ്, ജോയ്മോൻ അരനല്ലൂർ, അനിൽകുമാർ, സെബാസ്റ്റ്യൻ ആന്റണി, പാസ്കലിൻ ലിജു, മേരിദാസൻ, പ്രസാദ്, അബ്ദുൾ വഹാബ്, ജോസ് കടമ്പാട്ട്, റമീസ്, കബീർ, രാധാകൃഷ്ണൻ, സണ്ണി ഗ്ലോറി, മഞ്ജു യേശുദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധിച്ച് അഞ്ചലിൽ പ്രകടനം നടത്തി. CPIMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കട ജംഗ്ഷൻ വഴി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ പോയത് കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനാണെന്ന് നാം തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഇന്നലെ നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വീട് സെർച്ച് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു.
അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ BJPയെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് 10 വർഷക്കാലം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയമായി ശരിയായ മാർഗങ്ങളില്ലാതെ കുറുക്കുവഴികൾ തേടിയതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ച് കള്ളക്കേസിൽ കുടുക്കി 7-8 മാസക്കാലം ജയിലിലടച്ചു. പക്ഷേ വിചാരണ കോടതി കുറ്റപത്രം സമർപ്പിച്ച ഉടനെ അവരെല്ലാം കുറ്റവിമുക്തരാക്കുന്ന സമീപനം സ്വീകരിച്ചു. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കൂട്ടിലടച്ച തത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അവർ ആവശ്യപ്പെടുന്ന ആളുകൾക്കെതിരായി കള്ളക്കേസെടുക്കുന്ന സമീപനമാണ് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെടുന്ന ഒട്ടേറെ സംഭവങ്ങൾ വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര 170 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. DLF കേസുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംഭവങ്ങളുണ്ട്. ഒന്നുകിൽ ഇവർക്ക് BJPക്ക് കോഴ കൊടുക്കണം, ഇല്ലെങ്കിൽ BJPക്ക് വശംവദരായി നിൽക്കണം. അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VS സതീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിജു VS, അഡ്വക്കേറ്റ് S സൂരജ്, C അംബികാകുമാരി, R ഷാജു, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിനീഷ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ്, DYFE അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇല്ലായ്മ ചെയ്യാമെന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അറുപിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ BJPയുടെ ദാസ്യവേല ചെയ്ത് നമ്മുടെ രാജ്യത്തെ BJPക്ക് അടിയറ വെക്കുന്ന ജോലിയാണ് ഈ കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിരന്തരമായി വവ്വാലുകൾ ചത്തുവീഴുന്നു. ആശങ്കയിലായി പുനലൂർ പവർ ഹൗസ് വാർഡ്. നിരന്തരമായി വവ്വാലുകൾ ചത്തുവീഴുന്നതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് പുനലൂർ നഗരസഭാ പ്രദേശത്തെ പവർ ഹൗസ് വാർഡ്. പവർ ഹൗസ് റോഡിന് സമീപം കൃഷ്ണവിലാസത്തിൽ അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായരുടെ വീടിന് ചേർന്നാണ് നിരന്തരമായി വവ്വാലുകൾ താഴെ വീഴുകയും പിന്നീട് ചത്തുപോവുകയും ചെയ്യുന്നത്. 3 ആഴ്ച മുമ്പ് ഒരു വവ്വാല് ചത്തു. പക്ഷേ അതിൻ്റെ സ്മെല്ലടിച്ച് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ട് പടിഞ്ഞാറ് വശത്തൊരു വവ്വാല് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം മെനഞ്ഞാന്ന് അതും ഇതുപോലെ പടിഞ്ഞാറ് വശത്ത് ഇപ്പുറത്തോട്ട് മാറി ചത്ത് കിടന്നു. ഇന്ന് രാവിലെ അത് അവശ്യ നിലയിലാണ്, ചത്തിട്ടില്ല, പക്ഷേ അതിങ്ങനെ അവശ്യ നിലയിൽ വന്ന് കിടപ്പുണ്ട്. ഇതിന് മുമ്പ് ഒരിക്കലും അങ്ങനെ വവ്വാലൊന്നും ഇവിടെ ചത്ത് വീഴുന്നൊരു അനുഭവം ഇല്ലാഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ അടുപ്പിച്ചിങ്ങനെ വന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ വെറ്റിനറി ഡോക്ടറെയും കണ്ടായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാം, അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അറിയിക്കാൻ പറഞ്ഞ് നമ്പറൊക്കെ തന്നു. 3ാമത് ദിവസമാണ് ഇപ്പോൾ വവ്വാലുകളെ അവശ നിലയിൽ താഴെ വീണതായി ഇവിടെ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വീട്ടുകാർ വാർഡ് കൗൺസിലർ G ജയപ്രകാശിനെ വിവരമറിയിച്ചു. തുടർന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാലും വാർഡ് കൗൺസിലർ G ജയപ്രകാശും ചേർന്ന് വെറ്റിനറി വകുപ്പുമായും ആരോഗ്യവകുപ്പുമായും ബന്ധപ്പെട്ടു. വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ലാ സർവൈലൻസ് ഓഫീസറെ വിവരം ധരിപ്പിക്കുകയും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. റാബിസ്, നിപ്പ വൈറസുകൾ വലിയ തോതിൽ വ്യാപിക്കുന്നതിന് വവ്വാലുകൾ കാരണമാകുന്ന സാഹചര്യത്തിലും അകാരണമായി അവശനിലയിൽ കാണപ്പെടുന്ന വവ്വാലുകൾ പ്രദേശത്തെ ആരോഗ്യമേഖലയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ്, വെറ്റിനറി വകുപ്പ്, വനം വകുപ്പ്, ജില്ലാ സർവൈലൻസ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം അടുത്ത ദിവസങ്ങളിൽ പ്രദേശങ്ങളിൽ വിശദമായ പരിശോധന നടത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി ആശങ്കയ്ക്ക് അറുതിയുണ്ടാകുമെന്ന് വാർഡ് കൗൺസിലർ G ജയപ്രകാശ് അറിയിച്ചു. വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് വീട്ടുകാർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായി. കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നെ അറിയിച്ചു. ബന്ധപ്പെട്ട അധികാരികളെല്ലാം നമ്മളത് അറിയിച്ചത്. ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ എങ്ങനെയാണ്, ഇതാണ് ഇപ്പോൾ ആളുകൾക്ക് ആശങ്ക പലതാണ്. ഇത് റാബിസ് ആണോ നിപ്പയാണോ, അങ്ങനെ പല ആശങ്കകൾ ആളുകൾക്കുണ്ട്. ഈ ആശങ്കയ്ക്കൊക്കെ അറുതി വരണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീഴുന്നത് എന്ന് മനസ്സിലാക്കാനും ഇതിനൊരു പഠനം നടത്താനും ഒക്കെ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൗമാരക്കാരനെ മദ്യം നൽകി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ഇയാൾ നേരത്തെയും മദ്യം നൽകി കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇയാളെ റിമാൻഡ് ചെയ്തു. പതിമൂന്ന് വയസ്സുകാരന് മദ്യം നൽകി പീഡിപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പോലീസിന്റെ പിടിയിലായത്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ കുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടുകാർ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടി പീഡന വിവരം ആശുപത്രി അധികൃതരോട് പറയുകയും ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇടയം സ്വദേശി മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്തു. മണികണ്ഠൻ നിരവധി തവണ കുട്ടിക്ക് മദ്യം നൽകിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ED നടപടികളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. എസ്എഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ആ റെയ്ഡ് നടത്തിയതിനു ശേഷം കോഴിക്കോട്ട് നിന്നും വീട്ടിൽ നിന്നും യാതൊരു രേഖകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന്, ഒരു തെളിവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അന്വേഷണ സംഘം എഴുതി കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് അവർ തിരിച്ചുപോയത്. CPIMനെ ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാൻ അതിൻ്റെ നേതാക്കന്മാരെ വേട്ടയാടുന്ന രീതി മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 10 മാസത്തിലധികം തടവിൽ പാർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം യാതൊരു കുറ്റവുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായത് 2021 അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പാർട്ടിയുടെ PB അംഗത്തെയും മുൻ മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാനുള്ള പരിശ്രമത്തിനെതിരെ അണപൊട്ടിയൊഴുകുന്ന വികാരത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിഷേധമാണ് പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ഓരോ അനുഭാവി മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ ഈ പോരാട്ടത്തിൽ സജീവമായി രംഗത്ത് വന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ജില്ലാ പ്രസിഡന്റ് അസ്ലം ഷാജഹാൻ, സെക്രട്ടറി S. വിഷ്ണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നന്ദു, അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ ആക്രമിച്ചു. പത്തനാപുരം പൂങ്കുളഞ്ഞിയിലായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും പുലി ഓടിപ്പോയി. പത്തനാപുരം പൂങ്കുളഞ്ഞിയിലാണ് പുലി വളർത്തുനായയെ ആക്രമിച്ചത്. മാങ്കോട് പൂങ്കുളഞ്ഞി തടത്തിൽ വീട്ടിൽ മറിയാമ്മയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും പുലി ഓടിപ്പോയി. കഴിഞ്ഞ മാസം മാങ്കോട് ജനവാസ മേഖലയിൽ പുലി പൂച്ചയെ ഓടിച്ചിട്ട് കൊല്ലുന്നത് വീട്ടുകാർ നേരിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂങ്കുളഞ്ഞി ജംഗ്ഷനിൽ പുലിയുടെ കാൽപ്പാടുകളും രക്തക്കറയും കണ്ടിരുന്നു. പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വഴിയോര കച്ചവടക്കാരിയായ വൃദ്ധയുടെ സ്വർണ്ണമാല അപഹരിച്ചു. അഞ്ചൽ വയല സ്വദേശിനി ഓമനയുടെ മാലയാണ് അപഹരിച്ചത്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് മാല പൊട്ടിച്ചെടുത്തത്. ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നു. എനിക്കിനി ഒന്നുമില്ല, എനിക്ക് പറയാൻ എന്റെ ജീവിതം മുട്ടിച്ചിട്ട് കൊണ്ടുപോയത്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ലോകം പറഞ്ഞിട്ട് പോയിച്ചിട്ട് അവൻ എന്നെ ഇതും വലിച്ചോണ്ട് പോകാനായിട്ട് വന്നത്. ഞാൻ ഓർത്ത് താഴെ മഴ കൊണ്ട് കയറി നിൽക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചു. ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. അഞ്ചൽ ചന്തമുക്കിൽ BVUP സ്കൂളിന് മുൻവശത്ത് നൈറ്റ് വ്യാപാരം നടത്തുന്ന അഞ്ചൽ വയല സ്വദേശിനി ഓമനയുടെ മാലയാണ് യുവാവ് പൊട്ടിച്ചെടുത്തത്. തുറന്ന് അവൻ കൊണ്ടുപോയി എന്റെ കഴിക്കാണ്ട് വലിച്ചു വരച്ച് കൊണ്ടുപോയത്. എനിക്ക് ആകെപ്പാടെ അറിയുള്ളൂ. ഇനി എനിക്കൊരു പണവണ പോലും എനിക്ക് മേടിക്കാനുള്ള നിവൃത്തി എനിക്ക് ഇല്ല. അത് അവൻ കൊണ്ടുപോയി അവന് കണക്കിലാകുമല്ലോ. അവന് ഞാൻ ഈ പള്ളിയുടെ മുന്നേ എനിക്കതേ ഉള്ളുകാരെ പറയാം. ഇനി ഞാൻ എന്തോ പറയാൻ എനിക്ക് അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത് എനിക്കില്ല. എനിക്ക് ഞാൻ നനഞ്ഞും കുതിർന്നും ഭാര്യയാണ് ഞാൻ ചെന്നത്. എനിക്ക് നടക്കാൻ പോലും എനിക്ക് ആവതുണ്ടായിട്ടല്ല ഞാൻ ഈ കച്ചവടത്തിൽ ഞാൻ പോകും. ഇതുപോലെ നമുക്ക് കക്കാൻ പറ്റുമോ? കൈയിട്ട് വരാൻ പറ്റുമോ? ഇവനെ പോലെയൊക്കെ ഉള്ളത് നല്ല യോഗ്യനായി അവൻ 4 പേരുടെ പണി ചെയ്യാവുന്നുള്ള അവനാ വന്ന് ഈ വേറെ കാണിച്ചിട്ട് പോയത്. അവനെ എവിടെയെങ്കിലും ഇട്ടൊന്ന് എനിക്ക് പിടിച്ച് കിട്ടിയാൽ മതി. എനിക്കെന്താ പറയാ, ഞാൻ അല്ലാണ്ട് എനിക്ക് സൂക്ഷിക്കാൻ, എനിക്ക് പണം ശേഖരിക്കാൻ വരുന്നതല്ല.
എൻ്റെ കടവും വീട്ടി എൻ്റെ കൊച്ചുങ്ങളെയും പറഞ്ഞു വിട്ട് കടങ്ങൾ വീട്ടാനായിട്ട് വന്നിരിക്കുന്നവളാണ്. അതിൽ തന്നെ ഇരിക്കാൻ സമ്മതിക്കരുത്. ഇതേ രീതിയിൽ കാരണം കൊണ്ടുപോയി അവന് ഒരു കാലത്തും അവന് കരുതിയിട്ടല്ലേ ഒരു കാലത്തും കെട്ടിയത്. ഈ മഴയും തന്നെ എൻ്റെ കാര്യം അതാവുന്ന ഉണ്ടായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഉപജയം ഞാൻ ആരോടെ കൈ നീട്ടുന്നു. ഇങ്ങനെ വന്നി നമ്മൾ കച്ചവടം ചെയ്ത് ഏതായാലും പൈസ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്ന കടവും വീട്ടാം ഇങ്ങനെ എടുക്കാമെന്നും പറഞ്ഞ് വന്നിരുന്ന സാറേ. 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ താലിമാലയാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് മാല അപഹരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓമനയാണ് 30 വർഷം കൊണ്ട് ഈ തുണി കച്ചവടമൊക്കെ ചെയ്ത വീട് പുലർത്തുന്ന 2 പെൺമക്കളായിരുന്നു. അവരെ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. വളരെ ബുദ്ധിമുട്ട് പ്രായാധിക്യമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ വരുമാനം കൊണ്ടൊക്കെ ജീവിക്കുന്നതായിരുന്നു. ഇപ്പം അതെല്ലാം നിന്നിരിക്കുകയാണ്. ആ വരവെല്ലാം നിന്നിരിക്കും. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ യുവാവ് ഓമനയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുന്നതിനിടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് സംഭവം. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ മതിലാണ് ഇടിഞ്ഞു വീണത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് PS സുബാൽ MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കിയ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച മതിലാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ തകർന്നത്. കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മതിൽ ശക്തമായ മഴയിൽ തന്നെ തകർന്നടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. മതിലിന്റെ ബാക്കി ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ തുറന്ന് കുട്ടികൾ എത്തുന്നതിന് മുൻപ് അപകടാവസ്ഥയിലായ മതിലിന്റെ ബാക്കി ഭാഗങ്ങൾ സുരക്ഷിതമാക്കാനും തകർന്ന ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധം. അഞ്ചലിൽ പ്രകടനം നടത്തി. CPIMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കൊല്ലം ചിതറ ചല്ലിമുക്കിലായിരുന്നു അപകടം. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ പോസ്റ്റിലും ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.